Hi all. So ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു എൽ സെക്ഷൻ ആയിരുന്നു. ചുമ്മാ ഒരു ആംഗിൾ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് എൽ സെക്ഷൻ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തത് റെക്റ്റാങ്കിൾ ഷേപ്സിൽ ഇങ്ങനത്തെ എന്ത് ഫിഗേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ടി പഠിച്ചായിരുന്നു, എല്ല് പഠിച്ചായിരുന്നു, സി പഠിച്ചായിരുന്നു, അങ്ങനെ കുറേ ഫിഗേഴ്സ് ഉണ്ടായിരുന്നു, ഐ ഷേപ്പ് പഠിച്ചായിരുന്നു അല്ലേ, ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ ആ കോമ്പോസിറ്റ് ഏരിയനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. പിന്നെ റെക്റ്റാങ്കിൾസ് അല്ലാതെ എക്സ്ട്രാ ട്രയാങ്കിൾസ്, സെമി സർക്കിൾ പോർഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ആ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. എഗെയിൻ അത് അൺസിമെട്രിക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യും. സോ യൂണിഫോം ലാമിന മീൻസ് ഒരു തിന്നായിട്ടുള്ള ഒരു പോർഷനെ ഉദ്ദേശിക്കുന്നു, തിക്നെസ് കാര്യമായിട്ടില്ലാത്ത ഒരു ലാമിന. ഓക്കെ, അതിൻ്റെ ഏരിയയുടെ സെൻറ്ററോടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷോൺ ഇൻ ഫിഗർ 6.14 കണ്ടെയ്ൻസ് റെക്റ്റാങ്കിൾ, സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ. താഴെ എഴുതി ഫൈൻഡ് ദ സെൻട്രോഡ് അല്ലെങ്കിൽ ലൊക്കേറ്റ് ദ സെൻട്രോഡ് ഓഫ് ദിസ് ഫിഗർ. ഓക്കെ, സോ ജസ്റ്റ് ആഡ് ചെയ്യണം ലൊക്കേറ്റ് ദ സെൻട്രോഡ് ഓഫ് ദിസ് ഫിഗർ. ഫൈൻ. പിന്നെ ഈ ഫിഗറിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൻ്റെ സെൻട്രോഡ് അറിയത്തില്ല, റൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിവൈഡ് ദിസ് കോമ്പോസിറ്റ് ഏരിയ ഇൻ ടു സിമ്പിൾ ഫിഗേഴ്സ്. ഓക്കെ, ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നോക്കാൻ നേരത്തെ ഇതൊരു ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യാം, ഇത് റെക്റ്റാങ്കിൾ ഡിവൈഡ് ചെയ്യുന്ന സെമി സർക്കിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓടി വരണം. പിന്നെ യൂണിറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യുക, യൂണിറ്റ്സ് എല്ലാം എം എമ്മിലാണ്. സോ എക്സ് ബാറും വൈ ബാറും എന്തായിരിക്കും, എം എമ്മിലാണ്. ഇനി നോക്കേണ്ട കാര്യം, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഇതൊരു പ്രോബ്ലം വന്നാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. സോ റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫിഗറിന് എന്തെങ്കിലും രീതിയിലുള്ള സിമ്മട്രി ഉണ്ടോ എന്ന് ശരിക്കും നോക്കണം. ഇതൊരു വൈ ആക്സിസ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ല ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എക്സ് ആക്സിസ് വെച്ചിട്ടാണെങ്കിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ രണ്ട് രീതിയിൽ സിമ്മിട്രി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസ് ആക്സിസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫിഗറിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ സെറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ഇതാണ് ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ്, അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ സെറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഇതെന്തായിരിക്കും, ഇത് നമ്മുടെ എക്സ് ആക്സിസ്. അപ്പം നിങ്ങളുടെ നോട്ടിനകത്ത് എക്സ് എന്നും വൈ എന്നും മാർക്ക് ചെയ്യുക. ആ രണ്ട് ആക്സിസും പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫിഗർ കോമ്പോസിറ്റ് ഏരിയനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. മീൻസ് ഈക്വലായിട്ടല്ല, അറിയാവുന്ന സിമ്പിൾ ഫിഗേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഡിവൈഡ് ചെയ്ത്, ഫസ്റ്റ് ഞാൻ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, സെക്കൻഡ് ദ സെമി സർക്കിൾ, തേർഡ് ദ ട്രയാങ്കിൾ. ഇത് ഓർഡർ മാറുന്ന വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്ന ഓരോ സിമ്പിൾ ഫിഗേഴ്സിൻ്റെയും എന്ത് ചെയ്യാം, അതിൻ്റെ സെൻറ്ററോട് ലൊക്കേറ്റ് ചെയ്ത്, ഒരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാം ഈ 100ൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് വരും അല്ലേ. 100ൻ്റെ ഏകദേശം സെൻറ്ററായിട്ട് വരും, വരച്ചത് ഇച്ചിരി കൂടി നീങ്ങിയിട്ടായിരിക്കും, കറക്റ്റ് ലൈനിലേക്ക് ആയിട്ടായിരിക്കും വരിക. നിങ്ങൾ അതുപോലെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, അവിടെ G1 എന്ന് കൊടുക്കുക. പിന്നെ ഉള്ളത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ കേസിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് സെമി സർക്കിളിൻ്റെ ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും സെൻറ്ററോട് ഉണ്ടാവുന്നത്. സോ ബേസ് ചെയ്യുന്ന ഒരു 4r/3π ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4r/3π മാറിയിട്ടായിരിക്കും, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് 4r/3π മാറിയിട്ടായിരിക്കും അവിടെ സെൻറ്ററോട് ഉണ്ടാവുക. സോ അത് G2 എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് ട്രയാങ്കുലർ പോർഷനാണ്, ഒരു ഐസോസിസ് ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത്. സോ അതിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h/3 ആണെന്ന് ഓർത്തോളണം. ഇതിൻ്റെ ഹൈറ്റ് 50 ആണെങ്കിൽ ഈ ഹൈറ്റ് 50/3 ആണെന്ന് ഓർക്കാം. സോ ഈ പോയിന്റിന് എന്ത് കൊടുക്കാം, G/3 G3 എന്ന് മാർക്ക് ചെയ്യുക. സോ G1, G2, G3 മാർക്ക് ചെയ്യുക. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് എക്സ് ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 6 ബാറും വൈ ബാറും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്യുകയാണ്. അതായത് ഏരിയ നിങ്ങൾക്ക് അറിയാം അല്ലേ, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, A1 = നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും, 100 × 50 ആണ്. ഇനി അടുത്തത് A2 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകരുത്, ഏത് ഓർഡറിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ചെയ്തു പോകണം. സോ A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിളാണ്. സോ πr²/2 ആണ്. ആറിൻ്റെ വാല്യൂ 25 ആണ്. സോ πr²/2, ഹിയർ ദ വാല്യൂ ഓഫ് r is 25. പിന്നെ ഉള്ളത് ഒരു ട്രയാങ്കിൾ ആണ്. സോ A3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, A3 എന്ന് പറഞ്ഞാൽ 1/2 × BH ആണ്.
സോ 1/2 ഇൻറ്റു ബി എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് വരും. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 25 പ്ലസ് 25 50 ആണ് അല്ലേ? സോ ഈ ഡിസ്റ്റൻസ് ഹാഫ് ഇൻറ്റു 50 ഇൻറ്റു ഹൈറ്റ് എത്ര വരും? 50 ആണ്. സോ അങ്ങനെ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് ഈക്വലായിട്ട് ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ ഏരിയ കണ്ടുപിടിച്ച് തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അതായത് പ്രോപ്പറായിട്ട് ആലോചിച്ച് തെറ്റിപ്പോകാതെ ഇക്വേഷൻ തെറ്റിപ്പോകാതെ ചെയ്യാം. ഇനി വേണ്ടത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം അല്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സിമെട്രിക്കൽ അല്ലാത്തതുകൊണ്ട് എന്താണ് എക്സ് ബാറും വൈ ബാറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് എഴുതാം. പിന്നെ ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ആ ഒരു ഫിഗറിനകത്ത് എക്സും വൈ ആക്സിസും ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഫസ്റ്റ് റെക്ടാങ്കുലർ പോർഷനാണ്. റെക്ടാങ്കുലർ പോർഷൻ്റെ A1 X1 Y1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് സെമി സർക്കുലർ പോർഷൻ അതിൻ്റെയും A2 X2 Y2 കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് ട്രയാങ്കുലർ പോർഷനാണ് A3 X3 Y3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലാസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ആ 3 ഫിഗേഴ്സ് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ? സോ എന്ത് ചെയ്യാം? A1 X1 പ്ലസ് A2 X2 പ്ലസ് A3 X3 ഹോൾ ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3 ആണ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ. ഇനി വൈ ബാറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 Y1 പ്ലസ് A2 Y2 പ്ലസ് A3 Y3 ഹോൾ ഡിവൈഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. സോ A1 A2 A3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി X1 X2 X3യും Y1 Y2 Y3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി ഫിഗറിൽ നമുക്ക് മാർക്ക് ചെയ്യാം. X1 X2 X3 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ ഡിവൈഡ് ചെയ്ത ആ സിമ്പിൾ ഫിഗേഴ്സിൻ്റെ എന്തായിരുന്നു? സെൻട്രോയിഡിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എക്സ് കോർഡിനേറ്റ് മെഷർ ചെയ്യുമ്പോൾ ഓർത്തോളണം നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് ആ ഒരു സെൻട്രോയിഡ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത് X1. അപ്പോൾ നിങ്ങൾ നോട്ടിൽ X1 എന്ന് മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് X2 എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇതല്ലേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെക്കൻഡ് സെക്ഷൻ്റെ. സോ വൈ ആക്സിസിൽ നിന്ന് ഈ X2 ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. X2 എന്ന് മാർക്ക് ചെയ്യുക. ദ ലാസ്റ്റ് വൺ ഇത് ട്രയാങ്കിൾ ആണ്. നമ്മൾ അറിയാതെ ഇത്രയാണെന്നൊക്കെ വിചാരിക്കും. അതല്ല, വൈ ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് വരെ ഡിസ്റ്റൻസ് ആണ് X3 എന്ന് ഡിനോട്ട് ചെയ്യേണ്ടത്. സോ അത് X3 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഓരോ പോയിന്റ്സ് ഓരോന്ന് എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഉള്ളത് X1 ആണ് അല്ലേ? സോ X1 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടം തൊട്ട് ഇതിൻ്റെ ഈ 100/2 ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 50 ആണ് അല്ലേ? ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെ 50 ആണ്. പക്ഷെ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളോ? അല്ല, ഈ ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25 അല്ലേ? സോ X1 എന്ന് പറയുകയാണെങ്കിൽ 25 പ്ലസ് 50 എന്ന് വരും. ഓക്കെ, 75 വരും. ഇനിയുള്ളത് X2 ആണ്. നമുക്കറിയാം ഈ ബേസിൽ നിന്ന് സെൻറ്ററോട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 4r/3π അല്ലേ? പക്ഷെ ഈ ഡിസ്റ്റൻസ് ആണ് 4r/3π അല്ല, ഈ ഡിസ്റ്റൻസ് ആണ് 4r/3π. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്? റെഫറൻസ് വൈ ആക്സിൽ നിന്ന് പോയിന്റ് ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു സെമി സർക്കിളിനെ സംബന്ധിച്ചോളം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, സോ റേഡിയസ് മൈനസ് 4r/3π ദാറ്റ് ഇസ് r മൈനസ് r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. r മൈനസ് 4r/3π എന്നാണ് ഇക്വേഷൻ വരുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് r മാത്രമാണ് അൺനോൺ ആയിട്ടുള്ള. r എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 25 ആണ്. ഇനി X3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക 25 പ്ലസ് 50 ഓക്കെ പ്ലസ് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഫിഗറിൽ നിന്ന് തന്നെ കാണാം എന്താണ്? 25 ആണ്. സോ 25 പ്ലസ് 50 പ്ലസ് 25 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 100 എന്ന് വരും. പിന്നെ അടുത്തത് Y1 Y2 Y3 മാർക്ക് ചെയ്യണം. അപ്പോൾ റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് ശ്രദ്ധിക്കണം, റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് സെൻട്രോഡ് വരെയുള്ള ഹൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് Y1 എന്തായിരിക്കും? റെക്ടാങ്കിൾ അല്ല, കറക്റ്റ് സെൻറ്ററിലായിട്ടല്ലേ വരിക. അത് ടോട്ടൽ 50 ആണ്. സോ ഈ പകുതി എത്രയായിരിക്കും? 50/2 25. ഇനി ഈ Y2 എന്തായിരിക്കും? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം Y2 എവിടെയായിരിക്കും? സെമി സർക്കിൾ ആണല്ലേ? അപ്പോൾ ഈക്വലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കറക്റ്റ് എൻ്റെ നടുക്കായിട്ട് വരും. അതായത് ഈ ദിസ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 25. ഇത് സെൻറ്ററിലായിട്ടാണ് 25. അപ്പോൾ ഇത് രണ്ടും 25 ആണ്. ദ ലാസ്റ്റ് വൺ ഇസ് Y3. റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് G3 വരെയുള്ള ഹൈറ്റ് ആണ്. സോ അത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ നമുക്കറിയാം 50 പ്ലസ് ഈ ഹൈറ്റ് ഞാൻ പറഞ്ഞായിരുന്നു h/3 ആണ്. ഹിയർ ദ വാല്യൂ ഓഫ് h ഇസ് 50. സോ 50 പ്ലസ് 50/3 എന്ന് വരും. സോ അങ്ങനെ നമ്മൾ Y1 Y2 Y3 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ സെക്ഷൻസിൻ്റെയും
ഇനി സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് യൂണിറ്റ് ഇടുന്ന കാര്യം മറന്നു പോകരുത്. MM തന്നിട്ടുള്ളതുകൊണ്ട് ഏരിയ അല്ല MM² ഇനി കോർഡിനേറ്റ്സ് അല്ല MM Then just write this equation and just substitute and find the values. ഓക്കെ, ഈ കേസിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ ഇൻ കേസ് ഇത് ഫ്രാക്ഷനിലാണ് വരുന്നതെങ്കിൽ ST എന്ന് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ അത് പോയിന്റിലായിട്ട് വന്നോളൂ നിങ്ങളുടെ ES കാൽക്കുലേറ്ററിൽ. സോ നമുക്ക് ഇങ്ങനെ 2 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ആ 2 വാല്യൂസ് നിങ്ങൾ ലാസ്റ്റ് x⁻= y⁻= എന്ന് എഴുതി ഒരു കോളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ.